ഹായ്, നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അതായത് അൺഫേവറബിൾ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട് ഹൈലി ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ മീൻസ് അൺപ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ അതിൽ വെച്ചുകൊണ്ടിരിക്കുക, അത് എത്രയും വേഗം പ്രൊഫഷണൽ സെറ്റിങ്ങിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള അൺഫേവറബിൾ ലൈഫ് സിറ്റുവേഷൻസ് ഒരു വ്യക്തിയിൽ ഇമോഷണലിയും മെൻ്റലി ഫിസിക്കലി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതായത് നമ്മൾ നേരെ സംസാരിച്ചു, സൂയിസൈഡ് റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മീൻസ് കാണിക്കുന്നത് ഫാമിലി പ്രോബ്ലംസ്, ഇൽനെസ്, ഫിസിക്കൽ ഇൽനെസ്, അതേപോലെ മാരേജ് ഇഷ്യൂസ്, ലവ് അഫെയർസ്, ആൽക്കഹോൾ ഓർ അബ്യൂസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സൂയിസൈഡ് പോലുള്ള കാര്യത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഫാമിലി പ്രോബ്ലംസ് ആണ്, അത് കഴിഞ്ഞ് ഇൽനെസ് ആണ്, പിന്നീട് മാരേജ് ഇഷ്യൂസ് ആണ്, പിന്നീട് ലവ് അഫെയർസ്, അത് കഴിഞ്ഞ് ആൽക്കഹോൾ അബ്യൂസ്, അങ്ങനെ പോവർട്ടി, അങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്, പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഒരാളിലെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മീൻസ് അയാളുടെ ഡിസ്ട്രെസ് ലെവൽ വളരെ ഹൈ ആയിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ വളരെ പെയിനിലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. ഇമോഷണലി ഹൈലി പെയിൻഫുൾ ആൻഡ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും. കാരണം നമുക്കറിയാം, ജോയ്ഫുൾനെസ്, ഹാപ്പിനെസ്, പ്ലഷർ എന്നൊക്കെ പറഞ്ഞ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അൺഫേവറബിൾ ലൈഫ് സിറ്റുവേഷൻസിൽ ആവുമ്പോൾ ഇവരുടെ ഉള്ളിൽ നാച്ചുറലി ബയോകെമിക്കലി നടക്കുന്ന മാറ്റങ്ങൾ, ഇവരുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, ഈ ഹോർമോൺസ് ആണ് ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിൻ്റെ റീസൺ. അതേപോലെ തന്നെ നല്ല കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, മെമ്മറിയെ ബാധിക്കുന്ന അവസ്ഥ, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത്തരത്തിൽ ഇവർക്ക് മെൻ്റലി, മാനസികമായിട്ട് ഒന്നിലും മനസ്സ് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ശാരീരിക അസ്വസ്ഥതകൾ നോക്കിക്കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടാത്ത അവസ്ഥ, അതേപോലെ തന്നെ ലാക്ക് ഓഫ് മെറ്റാബോളിസം, ഇവരുടെ മെറ്റാബോളിസത്തിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ, BP ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഫിസിക്കലി നോക്കിയാൽ ഓവർ വെയ്റ്റ്, അതേപോലെ സ്നോറിങ്, ഓവർ വെയ്റ്റും സ്നോറിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മീൻസ് സ്ട്രോക്ക് പോലെയുള്ള കാര്യത്തിന് ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളാണ് ഹൈലി ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിൽ ആയിരിക്കുന്ന ആളുകൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നോൺ പ്രൊഫഷണൽ ഇൻ്റർവെൻഷനാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ വളരെ ഹൈലി റിസ്ക് ആണ്. കാരണം സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ ഇവരെ അഡ്വൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, ടീച്ച് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന് പകരം നെഗറ്റീവായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യുന്ന ഒരവസ്ഥയാവാനുള്ള ചാൻസസ് ഉണ്ട്.